തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ വോട്ടെണ്ണലിൽ വിപുലമായ ഒരുക്കങ്ങൾ. ജില്ലയിൽ 74.89% പോളിംഗ് രേഖപ്പെടുത്തിയത്. രാവിലെ 7 മണി മുതൽ തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ വോട്ടെണ്ണലിനോടനുബന്ധിച്ച് വിപുലമായ ഒരുക്കങ്ങൾ. ജില്ലയിൽ 8,32,894 പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഇതിൽ 3,75,959 പുരുഷ വോട്ടർമാരും 4,56,933 സ്ത്രീ വോട്ടർമാരും 2 ട്രാൻസ്ജെൻഡറും ഉൾപ്പെടുന്നു. ആകെ 11,12,190 വോട്ടർമാരാണ് ജില്ലയിലുള്ളത്. പോളിംഗ് ശതമാനം 74.89% രേഖപ്പെടുത്തി. തെരഞ്ഞെടുപ്പിൽ സമ്മതിദായകർ വോട്ട് രേഖപ്പെടുത്തിയ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ പോലീസ് സുരക്ഷയിൽ സ്ട്രോങ് റൂമുകളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. രാവിലെ 7 മണി മുതൽ തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യം പോസ്റ്റൽ വോട്ടുകൾ ആയിരിക്കും എണ്ണുക. 10 മണിയോടെ ട്രെൻഡ് മനസ്സിലാക്കാൻ സാധിക്കും. 12 മണിയോടെ ചിത്രം വ്യക്തമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിൽ നിലവിൽ ഇടതിനാണ് മുൻതൂക്കം. എന്നാൽ ഇത്തവണ കൂടുതൽ സീറ്റുകൾ നേടാനാകുമെന്നാണ് UDFന്റെയും BJPയുടെയും പ്രതീക്ഷ. ജില്ലയിൽ ആകെ 38 ഗ്രാമപഞ്ചായത്തുകൾ, 3 നഗരസഭകൾ, 6 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 1 ജില്ലാ പഞ്ചായത്ത് എന്നിവ ഉൾപ്പെടെ 48 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കാണ് വോട്ടിംഗ് നടന്നത്. ഇതിൽ ഏവരും ഉറ്റുനോക്കുന്നത് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള മത്സരഫലം തന്നെയാണ്. ജില്ലാ പഞ്ചായത്തിലെ 17 ഡിവിഷനുകളിൽ 8 സീറ്റുകൾ നേടി LDFനാണ് ഭരണം. CPM 4, CPI 2, കേരള കോൺഗ്രസ് 1, LJD 1 എന്നിങ്ങനെയാണ് കക്ഷിനില. 7 സീറ്റുകളാണ് UDFിലുള്ളത്. മുസ്ലിം ലീഗ് 4, കോൺഗ്രസ് 3 എന്നിങ്ങനെയാണ് കക്ഷിനില. BJPക്ക് 2 ഡിവിഷനുകളിൽ വിജയിക്കാനായി. ഇത്തവണ ഒരു ഡിവിഷൻ വർദ്ധിച്ച് 18 ഇടങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ജില്ലാ പഞ്ചായത്ത് ഭരണം ഇത്തവണ തിരിച്ചുപിടിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് UDF. അതേസമയം കൂടുതൽ സീറ്റുകൾ നേടി ജില്ലാ പഞ്ചായത്ത് ഭരണം നിലനിർത്തുമെന്നാണ് LDFന്റെ വാദം. 38 ഗ്രാമപഞ്ചായത്തുകൾ 19 ഇടത്തും LDF ആണ് ഭരിക്കുന്നത്. 14 വാർഡുകളുള്ള വലിയ പറമ്പിൽ LDF 8, UDF 5 എന്നിങ്ങനെയാണ് അംഗസംഖ്യ. പിലിക്കോട് 16 വാർഡുകളിൽ 14ഉം LDFനാണ്. UDFന് 2 സീറ്റുകളാണുള്ളത്. കയ്യൂർ ചീമേനിയിൽ 16ൽ മുഴുവൻ സീറ്റും ഇടതുമുന്നണിക്കാണ്. ചെറുവത്തൂരിൽ 17ൽ LDF 12, UDF 5 എന്നിങ്ങനെയാണ് കക്ഷിനില. മടിക്കയിൽ 15ൽ 14ഉം LDFനാണ്. ഇവിടെ BJPക്ക് 1 സീറ്റുണ്ട്. കിനാനൂരിൽ 17ൽ LDF 13, UDF 4 എന്നിങ്ങനെയാണ് കക്ഷിനില. കുറ്റിക്കോൽ പഞ്ചായത്തിൽ 16ൽ LDF 9, UDF 6, ഇവിടെ BJPക്ക് 1 സീറ്റുണ്ട്. വേടകത്ത് ആകെയുള്ള 17ൽ മുഴുവൻ സീറ്റും LDFനാണ്. അജാനൂരാണ് മറ്റൊരു വാശിയേറിയ മത്സരം നടക്കുന്ന പഞ്ചായത്ത്. 23ൽ LDF 10, UDF 9, BJP 4 എന്നിങ്ങനെയാണ് കക്ഷിനില. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന പഞ്ചായത്തിൽ ആര് ഭരണം നേടും എന്നത് പ്രവചനാതീതം. ഉദുമയിൽ 21 വാർഡുകളിൽ LDF 10, UDF 9, BJP 2 എന്നിങ്ങനെയാണ് നിലവിലെ കണക്ക്. പള്ളിക്കരയിൽ 22ൽ LDFന് 14ഉം UDFന് 8ഉം സീറ്റുകളാണുള്ളത്. ദേലമ്പാടി പഞ്ചായത്തിൽ 16ൽ LDF 9, UDF 5 എന്നിങ്ങനെയാണ് കണക്ക്. മലയോര മേഖലയായ പനത്തടിയിൽ 15ൽ 10 LDF, UDF 3, BJPക്ക് 2 സീറ്റ് എന്നതാണ് തലസ്ഥിതി. കോടമ്പേളൂർ പഞ്ചായത്തിൽ 19ൽ LDF 14, UDF 4, BJP 1 എന്നതാണ് കണക്ക്. 19 വാർഡുകളുള്ള പൈവേലികയിലാണ് മറ്റൊരു വാശിയേറിയ മത്സരം നടക്കുന്നത്. BJPക്കും LDFനും തുല്യ സീറ്റുകളുള്ള പൈവേലികയിൽ ഇത്തവണ ആര് നേടുമെന്നത് കൗതുകമുള്ള കാര്യമാണ്. LDF 8, UDF 3, BJP 8 എന്നിങ്ങനെയാണ് നിലവിലെ കണക്ക്. UDF പിന്തുണയോടെയാണ് ഇവിടെ LDF ഭരണം. വോർക്കാടിയിൽ 16ൽ LDF 6, UDF 4, BJP 5, SDPI 1 സീറ്റ് എന്നതാണ് കണക്ക്. മുളിയാർ പഞ്ചായത്തിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. 15ൽ 7 വീതം സീറ്റുകൾ നേടി LDFും UDFും ഇവിടെ ഒപ്പത്തിനൊപ്പമാണ്. BJPക്ക് 1 സീറ്റുണ്ട്. പുത്തികയിൽ 14ൽ LDF 8, UDF 2, BJP 4 എന്നിങ്ങനെയാണ് കക്ഷിനില. മിഞ്ച പഞ്ചായത്തിലാകട്ടെ 15ൽ LDF 5, UDF 4, BJP 6 എന്നതാണ് കണക്ക്. മഞ്ചേശ്വരമാണ് മറ്റൊരു കൗതുക പോരാട്ടം നടക്കുന്ന പഞ്ചായത്ത്. ആകെയുള്ള 21 സീറ്റുകളിൽ LDF 4, UDF 8, BJP 7, SDPI 2 എന്നിങ്ങനെയാണ് കക്ഷിനില. മറ്റുള്ളവരുടെ പിന്തുണയോടെ സ്വതന്ത്രയാണ് ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ്. ഇത്തവണ ആർക്കായിരിക്കും പഞ്ചായത്ത് ഭരണം നേടാനാകുക എന്നതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത്.
UDF ഭരിക്കുന്ന തൃക്കരിപ്പൂർ പഞ്ചായത്തിൽ 21-ൽ LDF 7, UDF 14 എന്നതാണ് കക്ഷിനില. പടനയിൽ 15-ൽ LDF 6, UDF 9 എന്നതാണ് കണക്ക്. വെസ്റ്റ് എലേരിയയിൽ 18-ൽ 10ഉം UDF-നാണ്. LDF-ന് 8 സീറ്റുകളാണുള്ളത്. ഈസ്റ്റ് എലേരിയയിൽ 16-ൽ UDF 14, LDF 2 എന്നതാണ് തൽസ്ഥിതി. ബളാലിൽ 16-ൽ 14ഉം UDF-നാണ്. LDF-ന് ഇവിടെ 2 സീറ്റുകളേ ഉള്ളൂ. പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ 17-ൽ LDF 7, UDF 9 എന്നതാണ് കക്ഷിനില. ഇവിടെ BJPക്ക് 1 സീറ്റുണ്ട്. ചെമ്മനാടിൽ 23-ൽ UDF 14, LDF 6, BJP 3 എന്നതാണ് നിലവിലെ കണക്ക്. 13 സീറ്റിൽ കുമ്പടാജയിൽ LDF 1, UDF 6, BJP 6 എന്നതാണ് കണക്ക്. ബദിയടുക്ക പഞ്ചായത്തിൽ 19-ൽ UDF 10, BJP 7, LDF 2 എന്നതാണ് കക്ഷിനില. ചെങ്കള പഞ്ചായത്തിൽ 23 സീറ്റിൽ UDF 15, LDF 8 എന്നതാണ് തൽസ്ഥിതി. എൻമകജയിൽ 17 സീറ്റുകളിൽ LDF 4, UDF 8, BJP 5 എന്നതാണ് കണക്ക്. കളാർ പഞ്ചായത്തിൽ 14-ൽ 10ഉം UDF-നാണ്. LDF-ന് 3 സീറ്റുകളാണുള്ളത്. BJPക്ക് 1 സീറ്റുണ്ട്. കുമ്പളയിൽ 23-ൽ LDF 3, UDF 10, BJP 9, SDPI 1 എന്നതാണ് നിലവിലെ കണക്ക്. മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തിൽ 15-ൽ 8 UDF, LDF 2, BJP 5 എന്നതാണ് കക്ഷിനില. മംഗൽപാടി പഞ്ചായത്തിൽ 23-ൽ LDF 3, UDF 16, BJP 4 എന്നതാണ് നിലവിലെ കണക്ക്. BJP ഭരിക്കുന്ന കാറടുക്ക പഞ്ചായത്തിൽ 15-ൽ 6ഉം BJPക്കാണ്. LDF 4, UDF 5 എന്നതാണ് മറ്റുള്ളവരുടെ സീറ്റ് നില. മധൂരിൽ 20-ൽ 13 സീറ്റ് നേടി BJPക്കാണ് ഭരണം. LDF 4, UDF 3 എന്നതാണ് മറ്റ് മുന്നണികളുടെ കണക്ക്. BJP ഭരിക്കുന്ന മറ്റൊരു പഞ്ചായത്താണ് വെള്ളൂർ. ഇവിടെ 13-ൽ 9 എടുത്താണ് BJP വിജയിച്ചത്. UDF-ന് 4 സീറ്റുകളുണ്ട്. 6 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 4ഇടത്തും ഇടതുമുന്നണിക്കാണ് ഭരണം. നീലേശ്വരം, കാഞ്ഞങ്ങാട്, പരപ്പ, കാറടുക്ക എന്നിവിടങ്ങളിലാണ് ഇടതുമുന്നണിക്ക് മേൽക്കൈ. കാസർഗോട്ടും മഞ്ചേശ്വരത്തും UDF-നാണ് ഭരണം. നഗരസഭകളിൽ 3-ൽ 2ഉം ഇടതുമുന്നണിക്കാണ്. നീലേശ്വരത്തും കാഞ്ഞങ്ങാട്ടുമാണ് ഇടതുമുന്നണിക്ക് ഭരണമുള്ളത്. കാസർഗോഡ് നഗരസഭയിൽ UDF-നാണ് ഭരണം. ജില്ലാ പഞ്ചായത്ത് ഭരണം ഉൾപ്പെടെ നിലനിർത്തി കൂടുതൽ ഇടങ്ങളിൽ ഭരണം നേടാനാകുമെന്ന പ്രതീക്ഷയിൽ LDF-ഉം ജില്ലാ പഞ്ചായത്തിലും കാഞ്ഞങ്ങാട് നഗരസഭയിലും ഉൾപ്പെടെ തിരിച്ചുപിടിച്ച് കൂടുതൽ ഇടങ്ങളിൽ മേൽക്കൈ നേടാൻ ആകുമെന്ന പ്രതീക്ഷയിലാണ് UDF-ഉം ഉള്ളത്. എന്നാൽ ഇത്തവണ കൂടുതൽ ഗ്രാമപഞ്ചായത്തുകൾ ഭരണം നേടാനാകുമെന്ന പ്രതീക്ഷയിൽ BJP-യുമുണ്ട്. ഏതായാലും വോട്ടർമാരുടെ മനസ്സറിയാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം. പൊളിറ്റിക്കൽ റിസർച്ച് ഡെസ്ക്, സിറ്റി ന്യൂസ്.